ചങ്ങായിമാരെ, നിങ്ങളെന്തെങ്കിലും അറിഞ്ഞാ നമ്മളെ പൂഞ്ഞാറിയും പി സി ജോർജ് ഉണ്ടല്ല, പൂഞ്ഞാറിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു. ഇനിയാണ് മോനെ രസം, ഇനിയാണ് പി സി ജോർജിന്റെ പുതിയ പുതിയ കളികൾ പൂഞ്ഞാറിലെ സാധാരണ ജനങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ട കളികളല്ല പൂഞ്ഞാറിയും ജനങ്ങളെ പി സി എന് നിങ്ങൾക്ക് കളിക്കാൻ പോകുന്നത്. നിങ്ങൾ പോലും കണ്ടാഞ്ഞിട്ടുന്ന, നിങ്ങളുടെ പോലും കണ്ണുകൾ തള്ളുന്ന അമ്മാതിരി കളികളായിട്ടാണ് നമ്മളെ പി സി ജോർജ് പൂഞ്ഞാറിൽ ഇറങ്ങാൻ പോകുന്നത്. ഇപ്രാവശ്യം പി സി ജോർജ് ശരിക്കും വർഗീയവാദിയായിട്ടാണ് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഉടായിപ്പാക്കുന്ന പോലെ ഒരു മുസ്ലിം സ്നേഹിയായിട്ട് വീണ്ടും പി സി ജോർജ് വരുമോ എന്ന് മാത്രമേ നമുക്ക് നോക്കണ്ടു. നമുക്ക് എന്തായാലും പൂഞ്ഞാലിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയെന്ന് അറിഞ്ഞ സന്തോഷത്തിൽ നമ്മളെ പി സി ജോർജ് തുള്ളിക്കൊണ്ട് തള്ളുന്ന ആ മനോഹരമായ തള്ളല് കേട്ടാലോ. പി സിയുടെ തള്ളന്റെ വീഡിയോയ്ക്ക് ശേഷം പൂഞ്ഞാലിലെ ജനങ്ങൾ പി സിയെ തള്ളി കണ്ടം വഴി ഓടിക്കുന്ന വേറൊരു വീഡിയോ കൂടി ഉണ്ട്. എന്താണ് നമുക്ക് ആദ്യം തന്നെ പി സിയുടെ പൂഞ്ഞാലിലെ പുതിയ തള്ളു കേട്ടിട്ട് വരാം. തോൽവിയിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും പുതിയ അഭയസ്ഥാനം കണ്ടെത്തിയ പി സി ജോർജ് ഇത്തവണ വീണ്ടും മത്സരിക്കും. BJP ദേശീയ നിർവാഹക സമിതി അംഗത്തിന് സ്വന്തം തട്ടകം തെരഞ്ഞെടുക്കാൻ തടസ്സങ്ങൾ ഒന്നുമില്ല. പ്രത്യേകിച്ച് വൈദികരാണ് എന്നെ നിർബന്ധിക്കുന്നത്. നിർബന്ധമായും ജോർജ് നിൽക്കണം. കാരണം ഒരു 2 കൊല്ലത്തിനും കേരളത്തിന് സാംസ്കാരിക ചരിത്രം ഇതാവില്ല, വളരെ മാറ്റമുള്ള ചരിത്രം. ഞാൻ എന്താണെന്ന് പരസ്യമായിട്ട് അവർ പറഞ്ഞത് ആവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പി സി ഓറെ നിയമസഭ ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് മസ്റ്റായിട്ട് പി സി ഓറെ നിൽക്കണം എന്ന് അഭിനന്ദ പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും നമ്മുടെ പൊതുപ്രവർത്തകരും എല്ലാ രാഷ്ട്രീയക്കാരും അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി നിൽക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂഞ്ഞാൾ ആര് ജയിക്കും? കേരള കോൺഗ്രസ് എം ജയിക്കോ അതോ കോൺഗ്രസ് ജയിക്കോ? എന്ത് അവസ്ഥയായി പറഞ്ഞത്? പി സി ഓർ പിന്നെ കിടക്കുക. പി സി ഓർ ജയിക്കും. പി സി ഓർ ജയിക്കും എന്നുള്ള അഹങ്കാരം ഞാൻ പറയാം. പൂഞ്ഞാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പി സി ഓറിനെയും കണ്ടിട്ടുണ്ട്, മറ്റ് ബഹുമാനപ്പെട്ട MLA മാരെയും കണ്ടിട്ടുണ്ട്. ഈ മുഴുവൻ MLA മാരെയും കണ്ടിട്ടുള്ള പൂഞ്ഞാറിലെ ജനം ഒരു സംശയമില്ലാതെ പി സി ഓറിന് വോട്ട് കൊടുത്തിരിക്കും. ഒരു സംശയമില്ല. ഈ പി സി ഓർ ആരാന്നുള്ള ജനത്തിന് മനസ്സിലായി, ആരാണ് നാടിന് വേണ്ടി നിൽക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി. എല്ലാ ജനവും മനസാക്ഷിയുള്ള മലയാളിയായ പൂഞ്ഞാറുകാർ മുഴുവൻ എൻ്റെ അടുത്ത് കൂടും. ഒരു സംശയമില്ല. രണ്ടാം സ്ഥാനത്തായിരിക്കും. രണ്ടാം സ്ഥാനത്ത് ആരാന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് പി സി ജോർജിന് എങ്ങനെയാ പറയാൻ പറ്റുക? എണ്ണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ പി സി ജോർജ് പൊട്ടു. അതുകൊണ്ട് ആദ്യത്തെ ലീഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ പി സി ജോർജ് ബോധം കെട്ട് വീഴും. നമ്മളെ പ്രാഞ്ചേട്ടിൽ മമ്മൂട്ടി വീഴുന്നില്ലേ, അമ്മാതിരി വീഴില്ലേ നമ്മളെ പി സി ജോർജ് വീഴും. പിന്നെ പി സി പറഞ്ഞിട്ടില്ലേ ഇപ്രാവശ്യത്തിലെ ഇലക്ഷന് നിൽക്കണമെന്ന് അവിടുത്തെ വൈദികരും അവിടുത്തെ കന്യാസിമാരും പിന്നെ ഒരുപാട് ആൾക്കാർ പി സിയോട് ഒരേ നിർബന്ധമാവല്ലോ. ഇല്ല എന്തിനാപ്പാ നിങ്ങൾക്കെല്ലാം പി സിയോട് ഇത്ര മാത്രം ദേഷ്യം? പി സി കെട്ടിവെച്ച കാശ് കിട്ടാതെ 8 നിലയെ പൊട്ടുന്ന കാണാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ. പിന്നെ വേറെ ആരോ പറഞ്ഞത് കേട്ട് പി സി ജോർജ് ഇപ്രാവശ്യത്തെ നിയമസഭയിൽ നിർബന്ധമായിട്ടും വേണമെന്ന്. എല്ലപ്പോ നിയമസഭയിൽ ഇപ്പൊ തന്നെ ഒരുപാട് ടോയ്ലറ്റുകൾ ഉണ്ടല്ല. ഇനിയിപ്പോ പൂജാരിന്ന് ജീവനോടുള്ള ഒരു ടോയ്ലറ്റും കൂടി നിയമസഭയിൽ ആവശ്യമുണ്ടാകും. എന്തായാലും നമ്മളെ പൂഞ്ഞാറിൽ പി സി ജോർജ് ഇപ്പം പറഞ്ഞില്ലേ, പൂഞ്ഞാറിൽ പി സി ജോർജിനെ ഒരുപാട് സ്നേഹിക്കുന്ന ജനങ്ങളാണ് ഉള്ളതെന്ന്. നമുക്കെന്തായാലും പി സി ജോർജ് പറഞ്ഞ ആ പൂഞ്ഞാറിയൻ ജനങ്ങള് പി സി ജോർജിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് വന്നാലോ. ഈ പി സി ജോർജ് ഇനി ജയിക്കുവോ? ഇനി പുള്ളി നിന്നിട്ട് വേണ്ട ജയിക്കാൻ. മത്സരം ഇല്ലല്ലോ ഇനി, പിന്നെ എങ്ങനെ ജയിക്കും? എന്താണ് അങ്ങനെ പറയാൻ കാരണം? പുള്ളി BJP സ്ഥാനാർത്ഥി ജയിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ജയിക്കത്തില്ല. വർഷം കൊടുത്ത് ജയിക്കുള്ളൂ. 100%, 100% ജയിക്കില്ല. ഒരു കാരണവശാലും ജയിക്കില്ല. സുഭാഷ് കൊടുത്തെങ്കിലോ? വർഷം കൊടുത്ത് ജയിക്കുമായിരിക്കും. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുണ്ടല്ലോ. കാരണം അവൻ്റെ വായി കിടന്ന നാക്ക് മോശം, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ മുന്നിൽ എടുത്തു ആ വീട്ടിൽ നിന്ന് അരിതപ്പള്ളി വരെ പോകണം 2 മണിക്കൂർ പുള്ളിക്ക് വേണമായിരുന്നു. കാരണം അത്രയും മനുഷ്യനുമായിട്ട് വർത്താനവും പറഞ്ഞു ഈ ചായക്കടയിൽ കയറി ഇരുന്ന് ചായയും കുടിച്ച് തീർത്തും വലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരിടത്ത് കയറുകയില്ല, ഒരിടത്ത് ഇറങ്ങുകയില്ല. കാരണം മനുഷ്യൻ വെറുത്ത് വീട്ടിൽ നിന്ന് അരിതപ്പള്ളി ഭാഗത്ത് വരെ പോകണേ 2 മണിക്കൂർ പോകുന്നത്. അപ്പം മനുഷ്യനോടെല്ലാം വർത്താനവും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ താമസം വരെയല്ലേ. ഇപ്പോൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അത് പിന്നെ കയ്യിലിരിപ്പുണ്ടല്ലേ വന്ന് അല്ലേ. പി സി ജോർജ് ഇവിടെ നില കേരളത്തിലോടൊന്നും ജയിക്കാം. പി സി ജോർജ് കേരളത്തിലോടൊന്നും പി സി ജോർജ് ജയിക്കാം. കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ പി സി ജോർജിൻ്റെ പ്രവർത്തികളും നാക്കും സംസാരവും. കേരളത്തിൽ ഒരിടത്തും പി സി ജോർജ് ജയിക്കണം. കേരളത്തിൽ വെളിയിൽ എവിടെയെങ്കിലും പോയി പി സി ജോർജ് ജയിക്കുള്ളൂ. ഇപ്പോൾ മതപരമായ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ജയിക്കാൻ സാധ്യത കുറവാണ്. LDF UDF നിൽക്കുകയാണെങ്കിൽ ജയിക്കുന്നതല്ലാതെ BJP-യിലൂടെ നിൽക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യത കുറവാണ്. ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടാണ്. എന്താണ് അത്? കാരണം ഒന്ന് പി സി ജോർജിൻ്റെ സംസാരം. അയാളൊരു പൊതുപ്രവർത്തകനായിട്ട് രംഗത്ത് വന്നിട്ട് അവസാനം ആയി തോന്നിയത് പറയുന്നത് നമ്മളെ അൻവറിൻ്റെ മാതിരി ആയിപ്പോയി. അൻവറും അതേമാതിരി വന്നു പോയി. സംഭവിച്ചിട്ട് കാര്യമില്ല. അതായത് ഒരു ജനാധിപത്യക്കാരൻ ഒരു മുസ്ലിമിനെ പറ്റിയോ ഹിന്ദുവിനെ പറ്റിയോ ക്രിസ്ത്യാനിയെ പറ്റിയോ സംസാരിക്കേണ്ട രീതിയുണ്ട്. അവരുടെ ഒരു വോട്ടുണ്ടെങ്കിൽ ഞാൻ അധികാരത്തിൽ വരുള്ളൂ എന്നുള്ള ബോധം വേണം. ആ ബോധത്തോടു കൂടി സംസാരിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പൊക്കോ അത് പൊക്കോ ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. അതൊരു ജനപ്രതിനിധിക്ക് പറ്റിയതല്ല. ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും എന്നിരുന്നാൽ തന്നെ അത് പറയാൻ എനിക്ക് തോന്നിയില്ല ഒരു സമുദായത്തെ പറ്റി. അല്ല പിന്നെ നമ്മൾ ആ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് മതത്തിന് അടിമയായിട്ട് ജീവിച്ച് അത് പറഞ്ഞു വേണം. വർഷം ജയിക്കില്ല. പി സി ജോർജിൻ്റെ കാലം പോയി. പി സി ജോർജ് വായി തോന്നുന്ന വർത്താനം പറയുന്നത്. സ്വാപേച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളി ഞങ്ങളുടെ ചെന്നാടുകോല ഇറങ്ങിയെന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഇപ്പം ചെന്നാടുകോല കണ്ടിട്ട് കുറേ കാലമായി. കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്നില്ലാതെ
വേറെ യാതൊരു സമ്പർക്കവുമില്ല ഈരാറ്റോട്ടെ തെക്കേക്കരക്കാരുമായിട്ട്. പുള്ളി ജനിച്ച വീടും ഇവിടുമായിട്ട് 50 മീറ്ററിന് വ്യത്യാസമുള്ളൂ. പുള്ളി ഇപ്പോൾ ഇവിടെ ഇറങ്ങി ജീവിക്കുന്നില്ല. പുള്ളി അങ്ങനെയായി സംഭവം ഉള്ളൂ. വേറെ ഞങ്ങളുമായിട്ടൊന്നും യാതൊരു കെറുവൊന്നുമില്ല. പുള്ളി തന്നെ അങ്ങനെ കെറുവായിട്ട് ഉണ്ടാക്കി വെച്ചു. പുള്ളി ഇവിടെ ഇറങ്ങാതെയായി. സാധാരണ പെരുന്നാളായാലും നോയമ്പായാലും പുള്ളി ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിറങ്ങുകയും പെരുന്നാളിനൊരു 10 രൂപ വെച്ച് പെരുന്നാൾപ്പൊടിയെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ പുള്ളി ഒരു 2-3-4 വർഷമായിട്ട് പുള്ളി ഇല്ല. വേറെ ഞങ്ങൾക്കൊന്നും വിരോധം ഉണ്ടായിട്ടില്ല. പുള്ളി തന്നെ വിരോധമാക്കി വെച്ചത്. മുസ്ലിം വിരോധം വേറൊന്നുമില്ല. ഈ ഒരു ഇലക്ഷൻ വന്നാലും സെബാസ്റ്റ്യൻ കുളസംഗൽ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ആ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. പി സി ജോർജ് ഒരിക്കലും ഇപ്പോഴെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പി സി ജോർജിനെ മോശമായ രീതിയിലൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമാണ്. വർഗീയമായ നിലപാട് സ്വീകരിക്കുന്ന ആരുടെയും പ്രവർത്തനം മോശമാണ്. മതേതരവാദിയല്ലാത്ത ഒരു രീതിയിലേക്ക് ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുക, ആ സമുദായം പാകിസ്ഥാനിലേക്ക് പോകും. ഞാൻ രണ്ടാമത് എടുത്തു പറയുന്നതിൻ്റെ കാരണം അതാണ് പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. പി സി ജോർജിനെ ജനം നല്ല രീതിയിൽ വെറുത്തു മാറ്റി നിർത്തുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. പി സി ജോർജ് ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി പുള്ളി മത്സരിക്കുമെന്നറിയില്ല. മത്സരിച്ചാൽ തന്നെ ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്. 100% ചാൻസ് കുറവാണ്. മത്സരരംഗത്ത് വരാൻ തന്നെ ചാൻസ് കുറവാണെന്നാണ് നമ്മുടെ അഭിപ്രായം. വന്നാലും ജയിക്കത്തില്ല. പി സി ജോർജ് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. സെബാസ്റ്റ്യൻ കുളസംഗൽ കയറി വരും. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പി സി ജോർജിന് BJP-യുടെ സ്ഥാനാർത്ഥിയായി നിന്നാൽ കെട്ടിവെച്ച കാശ് കിട്ടിയത്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചെന്ന് പറഞ്ഞാലും പല രാഷ്ട്രീയ പാർട്ടിക്കാർ ഔദ്യോഗിക സ്ഥാനമില്ലാത്തവരൊക്കെ ഹെൽപ്പ് ചെയ്തു. അതാണ് ആ വിജയത്തിൻ്റെ പിന്നിൽ. പിന്നെ ഒരു സഹതാപ തരംഗമുണ്ടായിരുന്നു അയാളെ ഒഴിവാക്കിയെന്നുള്ളത്. അങ്ങനെയൊക്കെ വന്നാണ് ആ വിജയം കിട്ടിയത്. ഇനി ഇതിപ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിന് ഭയങ്കരമായ ജനപിന്തുണയുള്ള നേതാവായിരുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെറുക്കുന്ന നേതാവായി മാറി. അതുകൊണ്ട് ഒരു കാരണവശാലും ഇല്ല. 30 വർഷത്തിലേറെയായി, ഏകദേശം ഒരു 35-7 പ്രാവശ്യം, എൻ്റെ ഓർമ്മ അങ്ങനെ ശരിയാണെങ്കിൽ ഒരു 7 പ്രാവശ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് പി സി ജോർജ്. പി സി ജോർജ് ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 7 പ്രാവശ്യവും വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനം പൊടിയിട്ടുകൊണ്ട് ഞാൻ വലിയ വികസന നായകനാണ്, ഞാൻ വികസന പ്രവർത്തനം ചെയ്യുന്നയാളാണ്, അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ഒരു സമുദായത്തെ അടുപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി, കാരണം മുസ്ലിം സമുദായത്തെ, ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിം സമുദായത്തെ അടുപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി ഖുർആനും ഹദീസും ഒക്കെ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ നല്ല പേരുണ്ടാക്കി എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം നിലകൊണ്ട് വികസനം നടത്തുന്നുവെന്ന് പറഞ്ഞ് വികസനം നടത്താതിരിക്കുകയും ആകെ വികസനം നടത്തിയെന്ന് പറയുകയാണെങ്കിൽ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് 87-ലാണെന്ന് എനിക്ക് ഒരു 96 നയനാർ മന്ത്രിസഭയുടെ കാലത്ത്, അന്ന് നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ പി സി ജോർജ് ചോദിച്ച എല്ലാ കാര്യങ്ങളും അന്ന് കൊടുക്കുകയും അന്ന് ചെയ്ത വികസനമാണ്. ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, ഇവിടെ പാലത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, ചെയ്ത കാര്യത്തിൽ നല്ലതെന്ന് പറയും. പക്ഷേ അദ്ദേഹം അതിനെല്ലാം അപ്പുറം അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയും ഒരു വർഗീയ ശക്തിയുമായി കൂട്ടുകെട്ടി, അതായത് BJP എന്ന വർഗീയ ശക്തിയുമായി കൂട്ടുകെട്ടി എന്നും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു വിഭാഗം, മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ടും അവരൊക്കെ പാകിസ്ഥാനിൽ പോകേണ്ടവരാണെന്നും അവരൊക്കെ വൃത്തികെട്ടവരാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ വൃത്തികെട്ട ആ സംസാരവും മാന്യമല്ല, സഭ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മാന്യമോശമൊന്നുമല്ല, രണ്ടുപേരും അത്തരം നിലപാടുകളിലേക്ക് പോയപ്പോൾ ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ മതേതരവാദികൾ തിരിഞ്ഞു. ഈ വീഡിയോ എങ്ങനെ നമ്മളെ പി സി ജോർജ് കണ്ടിട്ടുണ്ടെങ്കിൽ പി സി ജോർജ് എന്താ പറയാന്നറിയാം? ഞാനല്ല ജനങ്ങളെ, നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കൂ. നിങ്ങൾ ഇത്രയും തന്നെ സ്നേഹിക്കല്ലട്ടാ, ഇത്രയും സ്നേഹം എനിക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല എന്ന് പറയും. അവരൊക്കെ പറയുന്നിട്ടില്ല പി സി ജോർജ് ഒരു മണ്ണാങ്കട്ട പോലും ചെയ്യാതിരുന്നിട്ടും പി സി ജോർജിനെ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതിൽ പി സി ജോർജിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. ആ മുസ്ലിങ്ങളെയാണ് നമ്മൾ പി സി ജോർജ് തീവ്രവാദികളെന്നും പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ പി സി ജോർജ് ഇനി ആ ഭാഗത്തേക്ക് ഉണ്ടല്ല ജയിക്കണം വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങ് പോകണ്ട. ആ ഭാഗത്തേക്ക് മാത്രമല്ല, കേരളത്തിന്റെ ഏത് ഭാഗത്തേക്കും, ഇനി ഒരു പഞ്ചായത്തിലായാലും ശരി, ഇനി ഒരു വാർഡിലായാലും ശരി, ഇനി ഒരു ക്ലബിന്റെ തെരഞ്ഞെടുപ്പിൽ പോലും പി സി ജോർജ് ഉണ്ടല്ല കെട്ടിവെച്ച കാശ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. പിന്നെ പി സി പേടിക്കണ്ട, ഒറ്റക്ക് പൊട്ടി കെട്ടിവെച്ച കാശ് കിട്ടാതെ ഒറ്റക്ക് പൊട്ടിന്ന് പി സി ഒരിക്കലും പേടിക്കണ്ട. പി സിന്റെ കൂടെ, പി സിന്റെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് മോനും അച്ഛനും കൂടില്ല തമ്മിൽ കണ്ണു നോക്കിയിട്ട് കഥ പറയാ, കെട്ടിവെച്ച കാശ് പോയതിന്റെ സങ്കടത്തിന്റെ കഥ പറയാ. അപ്പൊ 8 നിലയിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അച്ഛനും മകനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.